ഉയർത്തി മാന്യനാക്കുന്നൊരു ദൈവമുണ്ട്. എവിടെയും ദൈവം പുറകിലാക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ചിലരും പറയില്ല, നിങ്ങൾ എവിടെ പോവാണ്, പ്രാർത്ഥിക്കാനായി കുറേ ആയല്ലോ പോയിട്ട്, നിങ്ങൾ എപ്പം നോക്കിയാലും പ്രാർത്ഥനയാണല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? കൃത്യമായി എഴുതിയിട്ടുണ്ട്. യാബസ് നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പ്രാർത്ഥിച്ച യാബസിനെ ദൈവം എല്ലാവരെക്കാളും ഉയർത്തി നിർത്തി. ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. എന്റെയും അനുഭവമാണത്. പ്രാർത്ഥിച്ചതിന്റെ പേരിൽ പലരും കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഹല്ലേലൂയ പറയുന്നതിന്റെ പേരിൽ പലരും വിമർശിച്ചിട്ടുണ്ട്. നിനക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത് ഈ പ്രാർത്ഥനയാണ്, ഈ ആരാധനയാണ്, ഈ ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും അസ്വസ്ഥതയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥയെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ മാറ്റിയിരിക്കും. അവനെ ദൈവം ഉയർത്തിയിരിക്കും. ദൈവം ഉയർത്തും. അതുകൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുവോ? എന്നെ എന്തിനു കൊള്ളാം? എന്തിന്? എല്ലാ സ്ഥലത്തും അവഗണന അനുഭവിച്ചിട്ടുള്ള ആളാണ്.